അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഒന്നോ രണ്ടോ ആഴ്ച മാത്രമാണ് ചിലപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ നോമ്പ് കാലത്ത് നോമ്പിൻ്റെ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ വഅറഫ ഹുദൂദ വതഹഫദ മാ യൻബഗി ലഹു അൻ യതഹഫദ, എന്തെല്ലാം നിയമങ്ങളുണ്ടോ നോമ്പുമായി ബന്ധപ്പെട്ട് റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. സൂക്ഷിക്കാൻ പറഞ്ഞത് മുഴുവൻ സൂക്ഷിക്കണം. വെറുതെ നമ്മൾ നോമ്പുകാരായിട്ട് നോമ്പാണെന്നും പറഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. മറ്റുള്ള നിയമങ്ങളൊന്നും നമ്മൾ പാലിക്കുന്നില്ല, സൂക്ഷിക്കാൻ പറഞ്ഞ ഒരു കാര്യവും നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നമ്മൾ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി സെലക്ട് ചെയ്തു. ആ പ്രവാചകനായി സെലക്ട് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണോ പറയാൻ തുടങ്ങിയത്, അന്നു മുതൽ ഒരുപാട് ആക്ഷേപങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോയത്. സ്വഹാബികളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർ അനുഭവിച്ച് എത്രത്തോളം മത്താ നസ്റുല്ലാഹ്, ഞങ്ങൾക്ക് എപ്പോഴാണ് നബിയെ അള്ളാഹുവിൻ്റെ സഹായം വരിക എന്ന് ചോദിക്കുമാറ് പ്രതിസന്ധി അനുഭവിച്ച ഒരു കാലഘട്ടം. മക്ക കാലഘട്ടം ഏകദേശം ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ആ വേദന വെച്ചിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. അവർ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, വേദനകൾ അനുഭവിച്ചതുപോലെ നീ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ വെറുതെ അങ്ങ് ചെന്നാൽ സ്വർഗം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. നമ്മൾ മരം മുറിക്കണ വാളുണ്ടല്ലോ, അത് വെച്ച് തല മുതൽ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് 2 കഷ്ണാക്കപ്പെട്ട ആൾക്കാരുണ്ട്. കല്ലെറിഞ്ഞ് ശരീരമാസകലം മുറിവുകൾ. മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം മാത്രം നമ്മൾ കേട്ടാൽ മതി അല്ലേ? അതിഷ്, ദാഹിക്കുന്നു, ദാഹം, വെള്ളം വേണം. എപ്പോഴാ പറയുന്നത്? ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വീകരിച്ചതിൻ്റെ പേരിൽ, അത് ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ദാറുൽ അർഖമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമ്പോഴാണ് ബിലാൽ റളിയല്ലാഹുവിനെ അവിടെ വന്നിട്ടത് കേട്ടത്. മനസ്സിലായോ? ഉമയ്യത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്തു? ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് വെള്ളം വേണം, ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കാർക്കിച്ച് തുപ്പും വായക്ക്. അതിറക്കിയിട്ട് ദാഹം അകറ്റിയ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുഴുവൻ പീഡനത്തിൻ്റെ കാലം ഈ ദീൻ ഉൾക്കൊണ്ടതിൻ്റെ പേരിലാണ്. ആ ജീവിതം വെച്ചിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്, അവരൊക്കെ അനുഭവിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ സ്വർഗം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? സ്വർഗം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ എന്ന് ഞാൻ പുത്തുപേര് പറഞ്ഞൊരു ചരിത്രമുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ്റെ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ദീന് സ്വീകരിച്ച്, ഒരു അറാബിയായ മനുഷ്യനാണ്, ദീന് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ഹിജറ പോകണം, ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വഹാബികളെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു.
അതിനുശേഷം ഒരു യുദ്ധം നടന്ന് ആ യുദ്ധത്തിൽ ഒരുപാട് ഗനീമത്ത് സ്വത്ത്, യുദ്ധോഹരി സ്വത്ത്, യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കണ സ്വത്ത് കിട്ടി. അത് എല്ലാവർക്കും ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ്. ഈ മനുഷ്യനെ കാണാനില്ല. ഈ മനുഷ്യൻ പിന്നെ യുദ്ധം നയിക്കുന്ന വാഹനങ്ങളെ, മൃഗങ്ങളാണല്ലോ, അതിനെ മേക്കാൻ വേണ്ടി പോയേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ കയ്യിൽ ആ ഓഹരി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവർ വരുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഏൽപ്പിച്ചു പോയി. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നതാണ്. ഇതെന്താണെന്ന് ചോദിച്ചു. ഇത് എന്താണെന്ന് ചോദിച്ചു. അല്ലേ, ഇത് യുദ്ധം കഴിഞ്ഞ് കിട്ടിയ സ്വത്താണ്. ഇത് അങ്ങേ ഏൽപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്വത്താണതെന്ന് പറഞ്ഞു. വാങ്ങി നേരെ അതായിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പോയിരുന്നു. ചോദിച്ചു, ഇതെന്താണ് നബിയെ? ഇതെന്താണ് നബിയെ? മനസ്സിലായില്ല. ഇത് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ഗനീമത്ത് സ്വത്താണെന്ന് പറഞ്ഞു. അല്ലേ, ഞാൻ ഈ ദീനിലേക്ക് വന്നതും ഷഹാദത്ത് സ്വീകരിച്ചതും പിന്നെ ഹിജറ പോയതും ഒന്നും ഇതിനു വേണ്ടിയിട്ടല്ല. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതൊന്നും ഇത് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇറങ്ങിയത്. വിരലിങ്ങനെ ചൂണ്ടി, ഹദീസിൽ കൃത്യമായിട്ടുണ്ട്. അഷാർ, അദ്ദേഹത്തിൻ്റെ പിന്നെ വിരലിങ്ങ് ചൂണ്ടിയിട്ട് ഹലക്കുണ്ടല്ലോ, ഈ തൊണ്ടക്കുഴി ഉണ്ടല്ലോ, അതിങ്ങനെ ചൂണ്ടിയിട്ട് കാണിച്ചു കൊടുത്തു. നബിയെ, ഇവിടെ എൻ്റെ 50 അറച്ചിട്ട് എനിക്ക് ഷഹീദാകണം. ഇതിലെന്ത് ചെയ്യണം? 50 അറച്ചിട്ട് ഷഹീദായിട്ട് എനിക്ക് അള്ളാഹിൻ്റെ സ്വർഗത്തേക്ക് പോകണം. നമ്മളെ സംസാരിക്കുമ്പോൾ ഒരു വേറുണ്ടോ, അതാണ് ഹൽക്ക. ഇവിടെ 50 അറക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് സ്വർഗത്തേക്ക് പോകണം. നിന്റെ സത്യസന്ധത അള്ളാഹുവിനോടുള്ളത്, അള്ളാഹു അതുപോലെ തന്നെ നിന്നോട് സത്യസന്ധത കാണിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. അടുത്തൊരു യുദ്ധം വന്നു. സഹാബികൾ ഒരു മനുഷ്യൻ്റെ പിന്നെ ശരീരം ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വരികയാണ്. നബി, ഇതാ മനുഷ്യനാണ്, ആ അറാബിയായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഹിജറ പോയി, എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഗനീമത്ത് സ്വത്ത് വാങ്ങാതെ ഇവിടെ ഹൽക്കയിൽ 50 അറക്കണം എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ടക്കുഴിയിൽ 50 അറച്ച സാഹചര്യം. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സ്വന്തം ജുബ്ബ കൊണ്ട് എന്ത് ചെയ്തു? കഫൻ ചെയ്തു. നബിയുടെ സ്വന്തം ജുബ്ബ കൊണ്ട് ആ മനുഷ്യൻ്റെ മയ്യത്ത് കഫൻ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചു. ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, ഇതാണ് നിൻ്റെ അടിമ, നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവൻ, നിൻ്റെ മാർഗത്തിൽ ഷഹീദായവൻ. ഇവൻ നിൻ്റെ അടിമയാണ്. നിൻ്റെ മാർഗത്തിൽ ഷഹീദായിട്ടുണ്ട് എന്നതിന് അല്ലാഹ് ഞാൻ സാക്ഷിയാണ് എന്ന് ആ മയ്യത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അവർക്ക് വേറെ പൈസയോ പ്രശംസയോ മറ്റുള്ള ചിന്തകളോ ഒന്നുമില്ല. അവർക്ക് ആകെ ഒരു ലക്ഷ്യമുള്ളൂ, സ്വർഗത്തേക്ക് എത്തണം. വേറൊന്നുമില്ല. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണം. അതിന് എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, അതിന് തയ്യാറായ ഒരു സമൂഹമായിരുന്നു അവർ. അള്ളാഹു അവരുടെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. അല്ലേ, ഇവരെ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ നീ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാതെ സ്വർഗത്തേക്ക് പ്രവേശിക്കൂല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അവരോട് എന്ത് ചെയ്തു? മക്ക കാലം കഴിഞ്ഞ് അവരോട് ഹിജറ പോകാൻ പറയാണ്. സ്വന്തം നാടും വീടും കുടുംബവും സമ്പത്തും ഒക്കെ ഇട്ടേച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? മറുനാട്ടിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് അവരെന്ത് ചെയ്തു? ഹിജറ പോയി. ഹിജറയുടെ വേദന വേറെ, ഹിജറയുടെ പ്രയാസം വേറെ. അവർ പോയി എവിടേക്കെത്തി? മദീനത്തേക്കെത്തി. അന്നത്തെ യസ്രിബാണ്. അവിടേക്കെത്തി അവരിങ്ങനെ ജീവിക്കാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലത്തിൽ അള്ളാഹിൻ്റെ വിളി. ഒരു കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലത്തിൽ അള്ളാഹുവിൻ്റെ വിളി. എന്താ വിളി എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏറെ പ്രയാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത്. അല്ലേ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ്, വേദനകൾ അനുഭവിച്ചിട്ടാണ് അവർ വന്നത്. അള്ളാഹു കുറച്ചു കാലം അവർ വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചോ? ഇല്ല. 2ാം വർഷത്തിൽ അള്ളാഹു അവരെ വിളിക്കുകയാണ്. നിങ്ങളുടെ മേൽ നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അതിനു മുമ്പ് സുന്നത്തായ നോമ്പുകൾക്ക് ഉണ്ടായിരുന്നു, നിർബന്ധ നോമ്പുണ്ടായിരുന്നില്ല. നോമ്പിനെ നാം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ഹിജറ 2ാം വർഷമാണ്. ഹിജറ പോയിട്ട് 2ാമത്തെ വർഷത്തിലാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്. അല്ലേ, അങ്ങനെ അവർ റെഡി. അവരെന്തിനും റെഡിയാണ്. അവർ റെഡി അല്ലാത്തൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ അബദ്ധം എന്ന് മനസ്സിലാക്കി തൗബ ചെയ്തു മടങ്ങി. അവർ റെഡി അല്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്താ? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്.
ഫഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യം നമ്മൾ വിചാരിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹിസാബിനെ നേരിടേണ്ടി വരും. ഒരു തിന്മ വിചാരിച്ചാൽ അല്ലേ, അത് വന്നപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് അവർ ചോദിക്കുകയാണ്, നബിയെ പറഞ്ഞ ആയത്ത്, അവർ പറഞ്ഞ ശൈലി ശരിയായില്ല, അതാണ് പ്രശ്നം. പറഞ്ഞ ആയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഞങ്ങളുടെ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹൃദയം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം ഞങ്ങൾ വിചാരിച്ചാൽ അതിന്റെ പേരിൽ ഒരു തിന്മയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അങ്ങ് ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു. ആദ്യം ഞങ്ങളോട് പിന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളെയെല്ലാം ക്ഷമിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ക്ഷമിച്ചു. ഒരുപാട് കൊല്ലക്കാലം ഞങ്ങൾ ക്ഷമിച്ചു. മക്ക കാലഘട്ട ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു. മദീനത്തേക്ക് വന്നു, നിസ്കരിക്കാൻ പറഞ്ഞു, നോമ്പെടുക്കാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഞങ്ങളൊക്കത്തിനു റെഡി. എന്തിനു വരെ പറയുന്നു, ഞങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി, യുദ്ധം ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു, യുദ്ധക്കളത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി അല്ലേ, എല്ലാത്തിനും ഞങ്ങൾ റെഡിയാണ്. പക്ഷെ പറഞ്ഞ ആയത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് അള്ളാഹുവാണ്, ഞങ്ങളല്ലല്ലോ അല്ലേ. അതുകൊണ്ട് ഈ വർത്തമാനം സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവളുകൾ വിറയ്ക്കാൻ തുടങ്ങി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, ഇത് പറഞ്ഞവരോട് ചോദിച്ചു, മുമ്പ് കഴിഞ്ഞു പോയ അഹ്ലു കിതാബിന്റെ ആളുകൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളും എന്നോട് പറയുകയാണോ? എന്താ പറഞ്ഞത് യഹൂദികള്? മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളില്ല. സമിഅനാ വഅസൈനാ, സമിഅനാ ഞങ്ങൾ കേട്ടു, പക്ഷെ എന്ത് ചെയ്യില്ല, അനുസരിക്കൂല. ഞങ്ങളില്ല, നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തു. ഇതുപോലെ നിങ്ങളും എന്നോട് പറയുകയാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യം ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് സംഗതി മനസ്സിലായി അല്ലേ. ഞങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു, ഞങ്ങളിത് ഈ രൂപത്തിൽ വിശ്വാസമയോട് അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. അവർ പറഞ്ഞതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായി, അബദ്ധം അവർക്ക് മനസ്സിലായി. അവർ തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങി. അതാണ് നൂറൈൻ, രണ്ട് ഖുർആനിലെ നൂർ എന്ന് പരിചയപ്പെടുത്തിയ ഒരു നൂറ്. അതിന് ശേഷമുള്ള ആ സഹാബത്തിന്റെ നിലപാട്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത് രണ്ടെണ്ണം. ഒരു നൂറ് സൂറത്തുൽ ഫാത്തിഹ, ഒരു സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിലെ രണ്ട് നൂറൈൻ എന്ന് പരിചയപ്പെടുത്തിയ ഭാഗങ്ങളാണ്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ട് ഇതാണ്. അവർ തൗബ ചെയ്യണം. അവരുടെ തൗബ എടുത്ത് പറഞ്ഞു അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പാടാകാൻ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈകൽ മസീർ. അവരുടെ തൗബയാണത് അല്ലേ. അല്ലാഹു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം. ഗുഫ്റാനക റബ്ബനാ, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നീ പൊറുത്തു തരണം. എന്തുകൊണ്ട് പാപങ്ങൾ പൊറുക്കണം? എന്തുകൊണ്ട് പാപം പൊറുക്കണം? വൈലൈക്കൽ മസീർ, നിന്റെ അടുക്കലേക്ക് വരാനുള്ളവരാ ഞങ്ങൾ, മനസ്സിലായോ? അതിനു മുമ്പ് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണം. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാ. സമീഅനാ വഅതഅനാ, യഹൂദികൾ പറഞ്ഞ പോലെയല്ല, നസ്രാക്കൾ പറഞ്ഞ പോലെയല്ല. ഞങ്ങൾ കേട്ടു, അനുസരിക്കാൻ തയ്യാറാണ്. അവരുടെ നിലപാടിനെ അള്ളാഹു പ്രശംസിച്ചിറക്കിയ ആയത്താണത്. എന്നിട്ട് ആദ്യം പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞു. ഏത്? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു തിന്മ വിചാരിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന ആയത്ത് അല്ലേ. അതിന്റെ വിശദീകരണമാണ് പിന്നെ പറഞ്ഞത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, അവനോട് കൽപ്പിക്കുള്ളൂ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു കൽപ്പിക്കുള്ളൂ. വത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്നത് ചെയ്യാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു പ്രവർത്തിക്കാത്തൊരു കാര്യം, തെറ്റ് ചെയ്യാതെ അള്ളാഹു എന്ത് ചെയ്യില്ല, തെറ്റ് ചെയ്യാതെ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യില്ല, ശിക്ഷിക്കുകയില്ല. ആയത്തിറക്കി അള്ളാഹു അതിന്റെ ശറഹ്. ഒരു തെറ്റ് നമ്മൾ വിചാരിച്ചു അല്ലേ, ആ തെറ്റ് നമ്മൾ ചെയ്തില്ല, തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ആ തെറ്റ് നമ്മൾ ചെയ്തില്ല എങ്കിൽ ശിക്ഷയുണ്ടോ? ശിക്ഷയില്ല, മനസ്സിലായോ? പക്ഷെ തെറ്റ് വിചാരിച്ചാൽ ശിക്ഷയുള്ളൊരു സ്ഥലമുണ്ട്. അതെവിടെ? മസ്ജിദുൽ ഹറാം.
മസ്ജിദുൽ ഹറാമിൽ വെച്ച് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി, ആ ഉദ്ദേശത്തിന് പോലും ശിക്ഷയാണ്. സൂറത്ത് ഹജ്ജിലെ 25-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ചാൽ മതി. മസ്ജിദുൽ ഹറാമിൽ വെച്ച് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി, ആ ഉദ്ദേശത്തിന് പോലും എന്താണ്? ശിക്ഷയാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, തെറ്റ് ചെയ്തില്ല, അതിന് നമുക്കൊന്നുണ്ടാവില്ല, ആ വിചാരത്തിന് എന്തുണ്ടാവില്ല? ശിക്ഷ ഉണ്ടാവില്ല. പക്ഷേ നന്മ അങ്ങനെയല്ല. നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ വിചാരത്തിന് പോലും എന്തുണ്ട്? കൂലിയുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹു നമ്മളോട് ഏറെ ദയാലുവാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ടാ ഇതൊക്കെ ഖുർആൻ നൽകിയത്, അമ്പിയാക്കന്മാരെ നൽകിയത്, നമുക്ക് നമസ്കാരം പഠിപ്പിച്ചത്, നോമ്പ് പഠിപ്പിച്ചത്, എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വഹാബത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് പറഞ്ഞാലും റെഡിയായിരുന്നു. എന്തിനും അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാത്തിനും റെഡിയായ സമൂഹം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹിജ്റ കഴിഞ്ഞ് വന്ന ആൾക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹിജ്റ എന്ന് പറഞ്ഞാൽ സാധാരണ ഹിജ്റ അല്ല, പ്രയാസങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹിജ്റ കഴിഞ്ഞിട്ടാണ് വന്നത് അല്ലേ. വന്ന് 2-ാമത്തെ കൊല്ലത്തിൽ നോമ്പ് നിർബന്ധമാക്കി. എന്നിട്ട് അതേ നാണയത്തിൽ മറ്റൊരു വിളിയുണ്ട്, മനസ്സിലായോ? അതേ നാണയത്തിൽ മറ്റൊരു വിളിയുണ്ട്. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞ അതേ നാണയത്തിൽ എന്ന് പറഞ്ഞ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിതാൽ, ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം. റമദാനിലാണ് നോമ്പ്. നോമ്പിന്റെ സാഹചര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഏറെ പ്രതിസന്ധി കഴിഞ്ഞ് വന്ന സമൂഹത്തോടാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. വിശ്രമിക്കാൻ സമയം കൊടുത്തില്ല. വിശ്രമിക്കാൻ സമയം കൊടുത്താതെ നോമ്പ് കൊടുത്തെന്ന് മാത്രല്ല, അതേ മാസത്തിൽ അതേ നോമ്പിൽ കുതിബ അലൈക്കുമുൽ ഖിതാൽ, യുദ്ധം ചെയ്യാൻ. നോമ്പെടുത്തിട്ട് യുദ്ധം ചെയ്തു. അതിൻ്റെ പേരാണ് ബദർ. അതിൻ്റെ പേരാണ് ബദർ. മനസ്സിലായോ? നമ്മൾ വെറുതെ റമദാൻ വരുന്ന നോമ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ത്യാഗത്തിന് റെഡിയാകണം. എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല. എത്ര ആൾക്കാരാ ഹോസ്പിറ്റലിൽ കിടക്കുന്നറിയോ? ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന് വിചാരിച്ചിട്ട് മരിക്കാറായെന്ന് പറയാൻ പറ്റൂല. ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിക്കാൻ. മനസ്സിലായോ? രോഗികൾ ചിലപ്പോൾ ഇനിയും എന്ത് ചെയ്യും? 4, 5, 10 കൊല്ലമൊക്കെ ജീവിക്കും. 2 കൊല്ലം എൻ്റെ ഭാര്യ ഞാനൊക്കെ പറയാറുണ്ട്, 2 കൊല്ലം എൻ്റെ ഭാര്യൻ്റെ വാപ്പ പിന്നെ മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ട് ഫുള്ള് ജ്യൂസാണ്, ക്യാൻസറാണ് തൊണ്ടയിൽ. മനസ്സിലായോ? ഒരു കട്ടിയുള്ളത് കൊണ്ട് ചെന്നാൽ റിട്ടേൺ വരും. ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ്. 2 കൊല്ലം ഉറക്കില്ലാത്ത രാത്രികളാ. കഴിഞ്ഞ ദിവസം എൻ്റെ അയൽപ്പക്കത്ത് പിന്നെ ഈ ഇലക്ഷൻ, കഴിഞ്ഞ നമ്മുടെ ഇലക്ഷൻ ഉണ്ടല്ലോ, പഞ്ചായത്ത് ഇലക്ഷന് ഓടി നടന്നിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ബ്ലോക്ക് വന്നു. തൃശ്ശൂർ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലിൽ എല്ലായിടത്തും കൊണ്ടുപോയി. അവസാനം ഹാസ്റ്റലിൽ കൊണ്ടുപോയി. ഈ മാസം 1-ാം തീയതി കൊണ്ടുപോയതാ. ഈ മാസം 1-ാം തീയതി വെന്റിലേറ്റർ കയറ്റിയതാ. ഇന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഒരു ദിവസം 1.25 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? എടവണ്ണ എൻ്റെ കോളേജിൻ്റെ അടുത്ത് എടവണ്ണ തൊട്ടപ്പുറത്ത് നമ്മളൊക്കെ അറിയുന്നൊരു കുടുംബം, പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു കുടുംബം. 3 വയസ്സുള്ള ഒരു കുട്ടി. എത്ര ഉണ്ട്? 3 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ. മനസ്സിലായോ? ഓപ്പറേഷൻ ചെയ്ത് കളയണമെങ്കിൽ ഡോക്ടർമാർ ചോദിക്കുന്നത് പിന്നെ 1 കോടി രൂപയാണ്. മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദുർബലനാണ്. അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കണം. എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. എപ്പോഴാ ഈ നടത്തും ഇതൊക്കെ നിൽക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയണത് റമദാൻ ആകട്ടെ എന്ന് വിചാരിക്കാൻ പോലും നമുക്ക് വകുപ്പില്ല നന്നാകാൻ. റമദാൻ ഇനിയുണ്ട് ദിവസങ്ങൾ. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യണം. ഈ നിമിഷം ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണ ഈമാൻ ഉണ്ടല്ലോ, ഇപ്പം കേൾക്കണ ഈമാൻ, അത് നമ്മൾ നശിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും ഒന്നിച്ചു വന്നാൽ ദുനിയാവ് അങ്ങോട്ട് വിടുക, ആഖിറത്തെ പിടിക്കാൻ പറയും. ദുനിയാവും ആഖിറവും ഒന്നിച്ചു വന്നാൽ ദുനിയാവിനെ അങ്ങോട്ട് ഒഴിവാക്കുക, ആഖിറത്തെ പിടിക്കുക, ആഖിറത്തിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ ലക്ഷ്യം അല്ലാഹു ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം പരലോകം, സ്വർഗ്ഗമായിരിക്കണം. ആ സ്വർഗത്തിന് വേണ്ടിയുള്ളൊരു ജീവിതമാക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമാണോ? ഓക്കെ, ഞാൻ റെഡി. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലേ? നോ, എനിക്ക് വേണ്ട. അതെന്താണെങ്കിലും ആരാണെങ്കിലും. മനസ്സിലായോ? ഇത്ര അധികം പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോയൊരു സമൂഹത്തിൻ്റെ ജീവിതം വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, അവരൊക്കെ അനുഭവിച്ചതുപോലെ നീ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. തഖ്വ നേടാനാണ് റമദാൻ.
തഖ്വ നേടാനാണ് നോമ്പ്. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. റമദാനിൽ നമ്മൾ പെർഫെക്റ്റാ, അത് നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ അബദ്ധം എന്താണെന്നറിയോ? റമദാൻ കഴിയുന്നതോടുകൂടി അതങ്ങോട്ട് ഒഴിവാക്കും. പിന്നെ ഖുർആനുമില്ല, ദിക്റുമില്ല, സ്വലാത്തുമില്ല, നിസ്കാരമില്ല. റമദാനിൽ മാത്രം സ്പെഷ്യൽ നിസ്കാരക്കാരാണ്. റമദാനിൽ മാത്രം സ്പെഷ്യൽ നിസ്കാരക്കാർ. നമസ്കാരത്തിൽ റമദാനിൽ മാത്രമായിട്ട് നിസ്കാരക്കാർ അല്ലേ? ഈ റമദാനിലെ നമ്മുടെ രാത്രി നിസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കാനുള്ളതാ? എന്താ ഉള്ളത് ഒഴിവാക്കാൻ? എന്തുണ്ട് ഒഴിവാക്കാൻ? റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർമ്മം ഒഴിവാക്കാൻ എന്ന് പറയാനുണ്ടോ? ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ആലോചിക്കുക. നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നാൽ നമ്മുടെ കാല് വീർത്തുണ്ടാവും അല്ലേ? നീര് അന്ന് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. കാല് നീര്, പ്രയാസം, പ്രതിസന്ധി. ഇത് ദിനം പ്രതി രാത്രി 11 റക്അത്ത് നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് നീര് വരെ നിസ്കരിച്ചിട്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബി എന്തിന് ഇങ്ങനെ എല്ലാ പാപം വരാനിരിക്കുന്നത് പോലും പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? അതിൻ്റെ മറുപടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ. വല്ലാത്തൊരു മറുപടിയാണത്. അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. നമ്മളൊന്നും അതുപോലെ അള്ളാഹ് ആക്കിയില്ല. എത്ര അംഗവൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ. അതുപോലൊന്നും അള്ളാഹു നമ്മളാക്കിയില്ല. ഇന്നൽ ഇൻസാന ലറബ്ബിഹി ലകനൂദ്. തഖ്വ എന്ന് പറഞ്ഞാൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രഭുവിൻ്റെ കൊട്ടാരത്തിലുണ്ടായ സംഭവം നമുക്കറിയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പത്തിലൊരു സ്വപ്നം കാണുന്നുണ്ട് അല്ലേ? എന്താ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യൂസുഫ് നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന സ്വപ്നം അല്ലേ? വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ വാപ്പ നബിയാണ്. ആരാ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബിയുടെ വാപ്പ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബിയുടെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി. എന്തൊരു കുടുംബല്ലേ! അള്ളാഹു അനുഗ്രഹിച്ച കുടുംബം. അത് ഇബ്രാഹിം നബിയുടെ മഹത്വമാണ്. അത് പറയാൻ നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് പറയാം. മനസ്സിലായോ? ആ പരമ്പരയല്ല, ഇസ്മായിൽ നബിയുടെ പരമ്പര. അറബികൾ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി. ഇത് ഇസ്ഹാഖ് നബി, അത് ഇസ്മായിൽ നബി പരമ്പരയിലാണ്. ഇത് ഇസ്രായേലർ, അത് അറബികൾ. മനസ്സിലായോ? അറബി ജുർഹും ഗോത്രത്തിൽ നിന്നാണ് പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണ് അറബികളുമായിട്ട് എന്ത് ചെയ്യുന്നത്? ബന്ധപ്പെട്ട്. പിന്നെ ആ പരമ്പരയിലാണ് ആര് വരുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് നോക്കണം. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വപ്നം കണ്ടപ്പോൾ വാപ്പാനോട് പറഞ്ഞപ്പോൾ പിന്നെ വാപ്പ പറഞ്ഞു ഇപ്പം തൽക്കാലം ആരോടും പറയണ്ട, ഇത് പിന്നെ മറച്ചു വെച്ചോ, സഹോദരങ്ങളോട് പറയണ്ട അല്ലേ? കാരണം വാപ്പക്ക് മനസ്സിലായി ഇത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും. അസൂയ മനുഷ്യൻ്റെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവമാണ്, ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ പ്രത്യേകം ഒരു പരിഗണന കൊടുത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പിന്നെ മക്കൾ ചട്ടം കെട്ടി വന്ന് അവസാനം ഞാൻ ചുരുക്കി പറയാം, പിന്നെ പൊട്ടക്കിണറ്റിലേക്ക് പോയി, അവിടുന്ന് പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി, പിന്നെ അവിടുന്ന് ജയിലിൽ അകപ്പെട്ട വിഷയമാണ് നമ്മുടെ വിഷയം. ജയിലിൽ അകപ്പെട്ട് പിന്നെ അവിടുന്ന് പുറത്തേക്ക് വന്ന് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ പുറത്തേക്ക് വന്ന് പിന്നെ എന്ത് പറഞ്ഞു, അവിടുത്തെ ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ആര് മാറി? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറിയിട്ട് ആ ഖുർആൻ പഠിപ്പിച്ച യൂസുഫ് നബിയുടെ ചരിത്രത്തിൻ്റെ അവസാനം എന്തെന്നറിയോ? തൻ്റെ ഉമ്മയും ബാപ്പയും തൻ്റെ സഹോദരങ്ങളും തൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. സഹോദരങ്ങളും ഉമ്മയും ബാപ്പൊക്കെ ഉണ്ട്. വന്ന് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉള്ള സാഹചര്യം. വന്ന് നിന്നപ്പോൾ പിന്നെ ഉമ്മാനോടും വാപ്പായോടും പറഞ്ഞു, രാജീയ കസാര കുർസി ഉണ്ടല്ലോ, പിന്നെ രാജപീഠം, അതിലേക്ക് അവരോട് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അവരോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയും ബാപ്പയും ആ സഹോദരങ്ങളും എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ സുജൂദിലേക്ക് വീണു. ഇതാണ് അന്ന് കണ്ട സ്വപ്നം. എന്ത് കണ്ട സ്വപ്നം? ഉമ്മയും ബാപ്പയാണ്, സൂര്യനും ചന്ദ്രനും, 11 നക്ഷത്രങ്ങളാണ്. അതാണ് ആദ്യം ഒടുക്കും തമ്മിലുള്ള ബന്ധം. ഈ ജീവിത കാലഘട്ടത്തിനിടക്ക് പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ ആരുമില്ലാത്ത സമയത്ത് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചുകൂട്ടുന്ന സമയത്താണ് സൗന്ദര്യമുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കിലേക്ക് ആരുമില്ലാത്തൊരു സമയം നോക്കിയിട്ട് പ്രഭുവിൻ്റെ സുന്ദരിയായ ഭാര്യ
പിന്നെ വ്യഭിചാരത്തിന് വേണ്ടി വരുന്ന സമയത്ത് ആ തിന്മയിൽ നിന്ന് ഓടി അകന്ന മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഅദല്ലാ, അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. ആരും എന്നെ കാണുന്നില്ല എങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ആരും എന്നെ കാണുന്നില്ല എങ്കിലും എൻ്റെ റബ്ബ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം രാത്രി സമയത്ത് നാടിൻ്റെ പ്രയാസങ്ങൾ അറിയാൻ, നാടിൻ്റെ അവസ്ഥകൾ അറിയാൻ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിലാണ് പിന്നെ ഒരു സംസാരം. എന്താ സംസാരം? മോളെ, പാലിൽ കുറച്ച് വെള്ളം ഒഴുക്കി. കേട്ടിട്ടുണ്ടാവും അല്ലേ? പാലിൽ കുറച്ച് വെള്ളം ഒഴുക്കി അല്ലേ? അത് പൈസ ഉണ്ടാക്കാൻ മോളെ, വേറെ വഴിയില്ല, പാല് കുറച്ച് കൂടട്ടെ, വെള്ളം ഒഴുക്കി. അപ്പം മോള് ചോദിച്ചു, ഉമ്മർ കാണും? ഉമ്മറൊന്നും കാണൂല, ഈ നട്ടപ്പാതിര ആര് കാണാനാ? ആരും കാണാനില്ല മോളെ. ഇതൊക്കെ സംസാരം ഉമർ റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് കേൾക്കാണ്. ആരും കാണാനില്ല അല്ലേ? ആരും അറിയില്ല മോളെ. അപ്പം മോള് പറയുന്നുണ്ട്, ഉമ്മ എനിക്കിത് ചെയ്യാൻ പറ്റൂല. ഉമറോ ഉമറിൻ്റെ ആൾക്കാരോ പട്ടാളോ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ആരറിയും? അള്ളാഹു അറിയും. അള്ളാഹു അറിയും. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ആ തിന്മയിൽ നിന്ന് മാറി നിന്ന ആ പെൺകുട്ടിയെ സെലക്ട് ചെയ്തു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിനു വേണ്ടി? തൻ്റെ ആൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഇതാണ് ഫദ്ഫർ ബിദാത്തിദ്ദീൻ. അതിന് വലിയ ബന്ധമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞ് വെറുതെ അല്ല. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകളുടെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ മകൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും ഒരു മാർഗ്ഗം എനിക്ക് പറഞ്ഞു തരണം. മാതാപിതാക്കൾക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. മാതാപിതാക്കൾ അവഗണിക്കാൻ മക്കൾ റെഡിയാണ്. അവരുടെ സ്വതന്ത്രവാദത്തിലേക്ക് അവർ പോവുകയാണ്. അവർക്ക് തോന്നിയ അവസ്ഥയിലേക്ക് പോവുകയാണ്. കാണുന്ന ചെക്കന്മാരെ കൂടെ അവർ നടക്കാണ്. ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, കടൽ തീരങ്ങളിൽ അല്ലേ? രാവിലെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, കോളേജിൽ കടന്നു പറഞ്ഞ് പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്കും വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവരവിടെ അള്ളാഹു ആലം. പല പെൺകുട്ടികളും നമ്മുടെ മക്കളും എന്ത് ചെയ്യുന്നില്ല? സ്കൂളിലേക്ക് എത്തുന്നില്ല. അവരിങ്ങനെ ചുറ്റിക്കറങ്ങാണ്. അതാര്? മുസ്ലിമോ അമുസ്ലിമോ ആരായാലും തെറ്റ് തന്നെയാണോ? മുസ്ലിം ആയാലും തെറ്റ് തന്നെയാണ്, അമുസ്ലിം ആയാലും തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാത്ത് ഫല്യതസവ്വജ്. പ്രായമായാൽ വിവാഹം കഴിക്കണം. പ്രായമായാൽ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? വിവാഹം കഴിപ്പിക്കണം. പഠിക്കുന്നവരാണെങ്കിലും വിവാഹം കഴിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പോൾ ഒരുപാട് തിന്മകളിൽ നിന്ന് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈപിടിക്കാൻ കഴിയും. ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് അവരെ കൈപിടിക്കാൻ കഴിയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം കഴിക്കുമ്പോൾ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ശരിക്കും അന്വേഷിച്ചോ, ശരിക്കും നോക്കിക്കോ, ശരിക്കും അന്വേഷിച്ചിട്ട് മതി. നമ്മുടെ കുട്ടിക്ക് ഒരു ഇണയെ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഒരു ഇണയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും അന്വേഷിക്കാൻ കുടുംബത്തോട് അല്ലാഹു ആവശ്യപ്പെടുന്നുണ്ട്. പോകാം, ശരിക്കും നമുക്ക് അന്വേഷിക്കാം. അന്വേഷിച്ച് ഒന്നും നോക്കല്ല, എന്ത് നോക്കുന്നത് എന്ത് നോക്കിയാലും എല്ലാത്തിനും മുമ്പിൽ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിന് പ്രാധാന്യം കൊടുക്കണം. അത് വലിയൊരു ഉപദേശമാണ്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ, നല്ലൊരു മക്കൾ ഭാവിയുള്ളവർ ആകണമെങ്കിൽ. കാരണം മക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ ജീവിതം മുതലേ ആരുടെ കൂടെയാണ്? ഉമ്മാന്റെ കൂടെയാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഉമ്മാന്റെ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? മക്കൾ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നാ, സ്വീകരിക്കുന്നുണ്ടാ. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തൊട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഉമ്മയുമായിട്ട് അവർക്ക് വല്ലാത്തൊരു അടുപ്പുണ്ട്. ബാപ്പയും മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും? ജോലിക്കും ആവശ്യം സമ്പാദിച്ചെങ്കിലല്ലോ, പൈസ ഉണ്ടെങ്കിൽ എന്ത് പരിപാടി നടക്കുള്ളൂ. പൈസ ഇല്ലാതെ ഒരു പരിപാടി. നമ്മുടെ ഈ പള്ളി അള്ളാൻ്റെ ഭവനാണ്. ഇത് നടക്കണമെങ്കിൽ പോലും എന്ത് വേണം? പൈസ വേണം. മാസം 10, 30, 40, 50 തികയോന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? പൈസ ഇല്ലാണ്ടൊരു പരിപാടി നടക്കൂല. അപ്പോൾ ബാപ്പന്മാരങ്ങനെ പോകും. പിന്നെ പുറം രാജ്യങ്ങളിൽ പോയി വർഷങ്ങളോളം നിൽക്കും. ഇതൊക്കെ എന്തിനാ? കുടുംബത്തെ നോക്കാൻ. അപ്പോൾ ഈ കൂടുതൽ സമയം ആരുടെ കൂടെ ഉണ്ടാവുക? ഉമ്മാൻ്റെ കൂടെ മക്കളുണ്ടാകുക. ഒരു ഇണയെ സെലക്ട് ചെയ്യുമ്പോൾ ദീനുള്ളവളെ സെലക്ട് ചെയ്യണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാവർത്തികമാക്കി. ഇസ്ലാമിൻ്റെ ഖലീഫ അല്ലേ? ഒരു പാൽക്കാരി പെണ്ണിൻ്റെ മോളെ പിടിച്ചത്. വലിയ കൊട്ടാരോ, വലിയ വീടോ, വലിയ പൈസയോ, വലിയ വാഹനങ്ങളോ ഇതൊന്നും നോക്കി. ഇതൊക്കെ അല്ലാഹു തരും. ഇതൊക്കെ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളാണ്. അതൊക്കെ തരുമ്പോൾ സ്വീകരിക്കുക. അതൊന്നും മറ്റുള്ളതിനൊന്നും തടസ്സാകരുത് അല്ലേ? നമ്മൾ ഇന്ന് ആലോചിക്കേ, നമുക്കിന്ന് കുറവാ. ഉപ്പമാർക്കും ഉമ്മമാർക്കൊക്കെ ഇപ്പം ആ കുടുംബത്തിൽ നിന്നപ്പോൾ കിട്ടിയത് അവിടെ ഇപ്പം എന്താ ഉള്ളത്? അറിയോ? അവിടെ ഇപ്പം എന്താ ഉള്ളത്? ആ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ കെട്ടിച്ചിട്ടുണ്ടെന്നത്
മറ്റുള്ളവർ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് നാണമൊന്നുമില്ല ആ കുടുംബത്തിൽ പോകാനൊക്കെ? നിങ്ങൾ അന്തസ്സുള്ളൊരു കുടുംബമല്ലേ? ആൾക്കാർ പുറത്തുനിന്ന് പിരിമുറുക്കാണ്. അപ്പം ഉമ്മയും ബാപ്പയും അവിടെ നിന്ന് കുറച്ച് കഷ്ടപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രയാസം, പിന്നെ കുടുംബ പ്രശ്നങ്ങളായി. ഒരു പാൽക്കാരി പെണ്ണിൻ്റെ മോളെയാണ് ഇസ്ലാമിൻ്റെ ഖലീഫ എന്ത് ചെയ്തത്? തൻ്റെ മകന് വേണ്ടി സെലക്ട് ചെയ്തത്. ഇന്നത്തെ ആൾക്കാർക്ക് പറ്റുമോ? ഇന്നത്തെ അധികാരികൾക്ക് പറ്റുമോ? അധികാരികൾ പോട്ടെ, സാധാരണക്കാർക്ക് പറ്റുമോ? എത്ര നല്ല പിന്നെ പെൺകുട്ടികളുണ്ടെന്ന് അറിയോ? അള്ളാൻ്റെ ദീന് പഠിച്ച കുട്ടികൾ, അള്ളാൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് ഇന്നും നല്ലൊരു ആലോചന വരാത്തതിൻ്റെ പേരിൽ പിന്നെ വിവാഹം കഴിക്കാൻ കഴിയാതെ കഴിച്ചു കൂട്ടുന്ന എത്ര ആൾക്കാരുണ്ട്. എന്തിൻ്റെ പേരിലാ? പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ, നല്ലൊരു വീടില്ലാത്തതിൻ്റെ പേരിൽ. മനസ്സിലായോ? ഇന്ന് ഞാൻ വല്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് ഞാൻ വരുമ്പോൾ ഒരു ഉമ്മാനെ കണ്ടു. ഞാനൊരു ഉമ്മാനെ കണ്ടിട്ട് അങ്ങനെ വരുന്നത്. ഒരു പ്രായമായൊരു 10, 70, 75, 80 വയസ്സ് പ്രായമായൊരു ഉമ്മ. ഒരു വടിയുണ്ട്, വടിയും കുത്തി പിടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ആ ഉമ്മ ഒറ്റയ്ക്കാണ്. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തൃപ്യാറ് വരെ. ഉമ്മാനായിട്ടാണ് പോയത്. എൻ്റെ കൈ പിടിച്ചിട്ട് കുറേ കരഞ്ഞ് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആരുമില്ല, രാത്രിയിലും പകലിലും ഒക്കെ ഒറ്റയ്ക്ക്. ഒരു ഇത്ര പോകുന്ന കുപ്പിൻ്റെ അടിയിൽ പിന്നെ കുറച്ച് പൊടിയരിയുണ്ട്. കുറച്ച് പൊടി, ഇതാണ് ആകെ ഭക്ഷണം. അത് വെക്കാനാണെങ്കിൽ ഗ്യാസ് അടുപ്പ് കേടായിട്ടിരിക്കുക. ഒരു 11 മണിക്കാണ് കയറി ചെല്ലാണ്. ഉമ്മ എന്താ കഴിച്ചത്? നമ്മളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും സക്കാത്തിനും സദഖക്കൊന്നും അവകാശികളില്ലെന്ന്. അതൊക്കെ നമ്മൾ ഇറങ്ങാത്തതിൻ്റെ പേരിലാണ്. മനസ്സിലായോ? ഇതാണ് അവസ്ഥകൾ, ഇതാണ്. അപ്പോൾ പിന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ആ പെൺകുട്ടിയെ തൻ്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് പ്രവാചകന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തി. ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ ഈമാൻ, തഖ്വ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ അള്ളാഹനെ നമ്മൾ മറക്കരുത്. എവിടെയും അള്ളാഹനെ മറക്കരുത്. ആ തഖ്വ ഉണ്ടാകാൻ, അതിനാണ് കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് റമദാനിലെ നോമ്പ് നാം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്, ഈമാനുള്ളവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ ഒരു തഖ്വ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ അതെന്ത് ചെയ്യണം? മരിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സകല പാപങ്ങളും എന്ത് ചെയ്യും? ഈ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നല്ലൊരു മനസ്സും നല്ലൊരു നെയ്യത്തും ഒക്കെ ഉണ്ടെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അള്ളാന്റെ ഹബീബേ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഹൽക്കയിൽ തറക്കണം. അമ്പ് തറച്ച് ഷഹീദായി അള്ളാന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് പോകണം, വേറൊരു ലക്ഷ്യം എനിക്കില്ല. എപ്പോഴാ മനുഷ്യനത് പറഞ്ഞത്? മറന്നാ? എപ്പോഴാ പറഞ്ഞത്? ഗനീമത്ത് സ്വത്ത് കൊണ്ടുപോയി യുദ്ധം മുതൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറഞ്ഞതാ. അതൊന്നും എനിക്ക് വേണ്ട. അള്ളാഹു അതുപോലെ ആകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. കുറച്ച് കേട്ടാൽ മതി. കുറേ പറയാനുണ്ട്. കുറേ സംഭവങ്ങളും ചരിത്രങ്ങളും ആയത്തുകളും ഹദീസുകളൊക്കെ പറയാൻ മതി. കുറേ കേൾക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. കുറച്ച് കേൾക്കുക. ഞാൻ ഇനിയും പറയാണ്, റമദാൻ ആകട്ടെ എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല കേട്ടോ. റമദാൻ ആകട്ടെ എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഇന്ന് മഗ്രിബ് നമസ്കരിക്കാൻ നമ്മളുണ്ടാകൂ എന്ന് പറയാൻ ഒരു ഉറപ്പില്ല. ഹറാമ് പാടെ ഒഴിവാക്കാം. അരുതേ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പാടെ ഉപേക്ഷിക്കാം. നന്മകളുടെ വിഷയത്തിൽ മസ്തത്താത്ത് സാധിക്കുന്നത് ചെയ്യാം. സാധിക്കുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാം. ഹറാമ് ഒരശില്ല, ഒരെണ്ണം പോലും ഉണ്ടാകരുത്, ഒരു കറുത്ത പുള്ളി പോലും ഉണ്ടാകരുത്. തൗബ ചെയ്ത് മടങ്ങുക. ഇന്ന് മുതൽ തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് കരഞ്ഞ് ആരുമില്ലാത്ത സമയത്ത് നമ്മൾ അള്ളാഹിൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ വുദൂ എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് കരഞ്ഞ് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച് തൗബ ചെയ്താൽ നാം ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ്, അള്ളാഹുവേ ഞാനും നീയും മാത്രം അറിയുന്ന ആ തെറ്റ് വേറെ ആൾക്കും അറിയില്ല, എനിക്കും നിനക്കും മാത്രമേ അറിയുള്ളൂ, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് പുറത്തു തരും. പിന്നെ അതിലേക്കൊരു റിട്ടേൺ ഉണ്ടാകരുത്. പിന്നെ അതിലേക്ക് നമ്മളൊരു തിരിച്ചുപോക്ക് ഉണ്ടാകരുത്. അല്ലേ? അങ്ങനെ തിരിച്ചുപോക്കില്ലാത്തൊരു യാത്ര ഒരാൾ നടത്തി 100 പേരെ കൊന്നിട്ട് പുറത്തു കൊടുത്തില്ലേ? ഇന്നല്ലാഹ റഊഫുർ റഹീം. ഇന്നല്ലാഹ റഊഫുർ റഹീം. അങ്ങേയറ്റം നമ്മളോട് കാരുണ്യവാനാണ് അല്ലാഹു. പുറത്തു തരും. അല്ലേ? രാത്രിയുടെ അവസാന സമയത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കണം, നിനക്ക് എന്താണ് ആവശ്യം പറയ്. നമുക്ക് വേണ്ടി അല്ലാഹു സമയം കണ്ടെത്തുക. പക്ഷെ നമുക്കത് വേണ്ട. നീ തൗബ ചെയ്യ്, ഇസ്തിഗ്ഫാർ ചെയ്യ്, ഞാൻ നിന്റെ പാപങ്ങൾ പുറത്തു തരാം.
നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നമ്മൾ സ്വർഗത്തേക്ക് പോകാൻ അല്ലാഹുവിന് നമ്മളെക്കാൾ ആഗ്രഹമുണ്ട്. നമുക്ക് ആഗ്രഹമില്ലാതെ പോയത്. അങ്ങനെ ആകരുത്. നമ്മുടെ മുന്നിൽ കാണുന്ന മരണങ്ങളും നമ്മുടെ മുന്നിൽ കാണുന്ന ഖബറുകളും എല്ലാം നമുക്കൊരു പാഠമാകണം. ഇതുപോലെ ഞാനും മരിക്കേണ്ടവനാണ്, ഇതുപോലെ ഞാനും കഫൻ ചെയ്യേണ്ടവനാണ്, ഇതുപോലെ ഞാനും ഖബറിൽ ചെന്ന് കിടക്കേണ്ടവനാണ് എന്ന ബോധത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നരകമോചനം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെയായി കിടക്കുന്ന ഒരുപാട് രോഗികളായ ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരിപ്പിക്കുകയാണ് എങ്കിൽ, ഞങ്ങൾ മരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവേ, ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ, സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ എല്ലാവരാലും ഇഷ്ടപ്പെട്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നാളെ കുടുംബത്തോടെ അമ്പിയാക്കന്മാരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസലാത്തിനാ വസിയാമിനാ വഖിയാമിനാ وكل من أعمال صالحاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.